എന്റെ ജീവിതത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ജീവനുള്ള സാക്ഷിയായിട്ടാണ് ഇന്ന് രാത്രികാലം നിങ്ങളോട് കൂടി ഇപ്പോൾ ആയിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതിലുപരി ഓരോ നിമിഷവും എനിക്ക് ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്റെ ജീവിതത്തിൽ എന്റെ ജീവൻ ചെയ്തു തന്ന എന്റെ നന്മകളും ഉപകാരങ്ങളൊക്കെ ഓർത്താൽ പാട്ടുകാരൻ പറയുന്നത് പോലെ നന്ദി പറയുവാൻ എൻ്റെ നാവോ എൻ്റെ ആയുസ്സോ ഒന്നും ഒരിക്കലും പോരാ. ആമേൻ ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ആമേൻ കഴിഞ്ഞ വർഷക്കാലം ഈ സമയം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ശോധനയേറിയ ഒരു നിമിഷമായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ എൻഡ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയതൊക്കെ. എങ്കിലും തീച്ചോളുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആമേൻ ഹല്ലേലൂയ സ്വർണം നമ്മൾ തീയിൽ ഉരുക്കി ആമേൻ തീയൂടെ കടത്തി ആമേൻ ഹല്ലേലൂയ അത് സ്ട്രോങ് ആയി തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ വെള്ളി ഊതി കഴിക്കും പോലെ എന്നെ ശുദ്ധീകരിച്ച് ആമേൻ ഹല്ലേലൂയ ഊതി കഴിച്ച് ബലത്തോടെ ആരോഗ്യത്തോടെ ദൈവം നിർത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ രാത്രികാലം സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ ഹല്ലേലൂയ. ജീവിതത്തില് എൻ്റെ കുഞ്ഞുനാള് മുതൽ ആമേൻ ഹല്ലേലൂയ ഞാൻ പൈതലായ സമയം മുതൽ എൻ്റെ ഈ സമയം വരെ എൻ്റെ ജീവിതത്തില് ഓരോ ദിവസങ്ങളും ആമേൻ ഹല്ലേലൂയ എൻ്റെ ഓരോ സ്റ്റേജസും ഒക്കെ എൻ്റെ ദൈവത്തിന്റെ കൃപപ്രകാരം ആമേൻ ഹല്ലേലൂയ ഹിതപ്രകാരമായിരുന്നു എനിക്ക് എൻ്റെ ജീവിതം മുഴുവനും. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഞാൻ ഇന്നൊരു ക്യാൻസർ സർവൈവറാണ്. ആമേൻ ഹല്ലേലൂയ. അത് ഞാൻ പറയുമ്പോൾ ഞാനത് സർവൈവ് ചെയ്തത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അനേക ജീവിതങ്ങള് കുഞ്ഞുങ്ങള് ആമേൻ ഹല്ലേലൂയ പ്രായമായവര് ആമേൻ ഹല്ലേലൂയ അനേക ജീവിതങ്ങള് ഈ രോഗത്താൽ അല്ലെങ്കിൽ കഷ്ടത്തിൽ പ്രയാസത്തിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഈ പ്രയാസത്താൽ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയപ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ എൻ്റെ ദൈവം എന്നെ ഉദ്ധരിച്ചു. ആമേൻ ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് ഒരു വലിയ നീക്കുപോക്ക് എനിക്ക് ദൈവം നൽകി തന്ന് ആമേൻ ഹല്ലേലൂയ എന്നെ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ നിർത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം 2022 ആമേൻ ഹല്ലേലൂയ നവംബർ 4 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തില് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഞാൻ എത്ര വർഷം ജീവിച്ചിരുന്നാലും നവംബർ 4 2022 എന്നൊരു ഡേറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ. അന്ന് തൊട്ടാണ് ആമേൻ ഹല്ലേലൂയ ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് ഞാൻ കടന്നത്. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ് ആ സ്റ്റേജിലേക്ക് ഞാൻ കടന്നില്ലായിരുന്നെങ്കില് ഇന്ന് രാത്രികാലം എനിക്ക് ആമേൻ ഹല്ലേലൂയ ഈ സാക്ഷ്യമായി നിൽക്കാൻ ഒരിക്കലും കഴിയത്തില്ലായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ബലവിധേനയും ആമേൻ ഹല്ലേലൂയ. ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് 10ാം ക്ലാസ് മുതൽ ഞാൻ തൊട്ട് എനിക്ക് തൈറോയിഡിന്റെ കുറെ പ്രശ്നങ്ങളായിട്ടൊക്കെ ഞാൻ ഭാരങ്ങളും പ്രയാസമൊക്കെ അനുഭവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞു, +1ലേക്ക് ഞാൻ കയറി, +2 ആയി. അപ്പോഴൊക്കെ ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നെ അലട്ടുന്നുണ്ട്. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചിരുന്നു, ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്, മെഡിസിൻ കഴിച്ചു ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു ക്യൂർ ഒന്നും ആവാതെ ഇങ്ങനെ പോയി എന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആമേൻ. അങ്ങനെ ഞാൻ +2ന്റെ എൻ്റെ ഒരു +2 പകുതിയൊക്കെ ആയപ്പോ എനിക്ക് വല്ലാതെ അസ്വസ്ഥകളായ ശരീരത്ത്. അങ്ങനെ പിന്നെയും ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്ന് കരുതി അത്ര നാളും കാണിച്ചിരുന്ന ഒരു ഡോക്ടറിൽ നിന്ന് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോവുകയായിരുന്നു ഉണ്ടായത്. അവിടെ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു, അപ്പം ആദ്യം നമ്മൾ ചെന്നത് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുകയാണ്, ഡൗട്ട് കൊണ്ട് പറയുകയാണ്, മോളുടെ കഴുത്തിലൊക്കെ നല്ല മുഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്ര നാളും സ്കാൻ ഒന്നും ചെയ്യാൻ എന്താ, ഒരു സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് മെഡിസിൻ എഴുതാമെന്ന്. അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലാണ്, സ്കാനിങ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടേക്ക് കടന്നു പോവുകയാണ്. ഈ സ്പെഷ്യലിസ്റ്റിനെ കയറി കണ്ടു. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു 3 ഡോക്ടേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അവരിങ്ങനെ മാറി മാറി നോക്കി, അവരും ഡൗട്ട് പറഞ്ഞു, നമുക്ക് ഒരു സ്കാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ പപ്പയും കൂടെ അന്ന് ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത്. അന്ന് പോയി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് ഡോക്ടറിനെ അടുത്ത് റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉള്ളിൽ ഇങ്ങനെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മുഴകളുണ്ട്, നമുക്ക് എന്തായാലും ഒരു FNAC കൂടി ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്ന് പോകുന്നത് ഒരു തിങ്കളാഴ്ച പകൽക്കാലമാണ്. ഞാനും പപ്പയും കൂടെ അന്ന് ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത്. അപ്പം FNAC ചെയ്ത റിസൾട്ട് ഒരു 3 ദിവസം ലേറ്റ് ആവും, ഇന്ന് FNAC ചെയ്തിട്ട് പൊക്കിയോ, വ്യാഴാഴ്ച റിസൾട്ട് കിട്ടും, നിങ്ങൾ അന്ന് കടന്നു വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അന്ന് FNAC ചെയ്തു, ലാബിലേക്ക് ടെസ്റ്റ് ചെയ്തതിന്റെ സാമ്പിൾ അയച്ചു. വ്യാഴാഴ്ച നമ്മൾ റിസൾട്ട് മേടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അന്ന് ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്, അത് നവംബർ 3-ാം തീയതി വ്യാഴാഴ്ചയാണ്. അന്ന് ഞാനും പപ്പായും ആ ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത് ആ ടെസ്റ്റിന്റെ റിസൾട്ട് ആയിരിക്കണം, ഡോക്ടറെ കയറി കാണണം, മരുന്ന് മേടിക്കണം, തിരിച്ചു പോകണം. അതാണ് ഞങ്ങൾ പോയതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാനും എൻ്റെ പപ്പായും കൂടെ അന്ന് ഡോക്ടറിന്റെ റൂമിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ ഡോക്ടർ ദൂരെ നിന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു, മോള് വരണ്ട, പപ്പ മാത്രം കയറി വന്നാൽ മതി എന്ന്. അപ്പം ആ സമയത്ത് എന്റെ ചിന്ത പോയത്, ചിലപ്പോൾ ഡോക്ടർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പേഷ്യന്റ് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും പപ്പയോട് വരാൻ പറഞ്ഞതെന്ന്. അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ ഡോക്ടറിന്റെ റൂമിന് വെളിയിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് പപ്പ ഇറങ്ങി വരുന്നില്ല. പേഷ്യന്റ് മാറിപ്പോയതാണെങ്കിൽ ഡോക്ടർക്ക് പെട്ടെന്ന്
മനസ്സിലാവും, ഡോക്ടർ പേഷ്യന്റിനെ വിളിക്കുമല്ലോ. എന്നിട്ട് പപ്പ കുറച്ച് കഴിഞ്ഞ് വരുന്നില്ല. ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുവായിരുന്നു. എനിക്കിപ്പം ചെറിയ ടെൻഷനൊക്കെ വന്നു തുടങ്ങി, എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് എന്റെ പപ്പ ഉള്ളിൽ നിന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞോണ്ട് ഇറങ്ങി വരുന്നു. പപ്പായ്ക്കിപ്പം BP ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ടെൻഷൻ അടിക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പപ്പ ഇങ്ങനെ ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു, പപ്പ എന്താ കാര്യം, എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഒന്നുമില്ല മോനെ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു എന്റെ ഫോൺ മേടിച്ച് അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ പപ്പ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, പപ്പ നമുക്ക് ഡോക്ടറെ കാണണ്ടേ? അപ്പൊ പറഞ്ഞു, വേണ്ട മോനെ, നമുക്ക് ഡോക്ടറെ കാണണ്ട. അപ്പൊ ചോദിച്ചു, പപ്പ നമുക്ക് മരുന്ന് മേടിക്കണ്ടേ? വേണ്ട മോനെ, മരുന്ന് മേടിക്കണ്ട. അപ്പം അവിടെ നിന്ന് മാറി നമ്മളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടു മോനെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ മോനെ, എന്താ പപ്പ ചോദിച്ചപ്പോ പപ്പ എന്നോട് പറഞ്ഞു, മോനെ നമുക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും, അതിനാ വിട്ടെന്ന്. സത്യം പറഞ്ഞ ശരിക്കും പേടിച്ചു. കാരണം ഈ ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ അവൻ സ്വന്തം ഇഞ്ചക്ഷനും സൂചിയും ഒക്കെ പേടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. ശരിക്കും ഒന്ന് പേടിച്ചു, ദൈവമേ ഓപ്പറേഷനോ എന്ന് പേടിച്ചത് ഞാനന്ന് അവിടെ കരഞ്ഞു. അപ്പം പപ്പായും അന്ന് സത്യം പറഞ്ഞ പപ്പയോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ വിഷമം കണ്ട് പപ്പ ശരിക്കും കരയുവാണ്. അപ്പം ഞാനും പപ്പയും കൂടെ കരഞ്ഞ് പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നവംബർ 4 വെള്ളിയാഴ്ച ഞാനും പപ്പയും മമ്മിയും എന്റെ സിസ്റ്ററും ഒക്കെ ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോവുക. കാരണം ഓപ്പറേഷൻ റെഫർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ വേണ്ടി സർജനെ കാണണം, ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യണം, ഓപ്പറേഷൻ നടത്തണം. കാരണം ഞാൻ +2 ആണ്. എത്രയും വേഗം ഓപ്പറേഷൻ കഴിയാമോ അത്രയും വേഗം ഓപ്പറേഷൻ കഴിയണം. കാരണം എക്സാംസ് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അന്ന് ഞങ്ങള് സർജനെ കയറി കണ്ടു. ഞാൻ ചെന്നു, ഞങ്ങൾ റൂമിൽ ചെന്നു. എന്റെ റിപ്പോർട്ട് എല്ലാം ഡോക്ടർ എടുത്ത് നോക്കി. എന്നിട്ട് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളെ റെഫർ ചെയ്ത് വിട്ട ഹോസ്പിറ്റലിൽ നിന്ന് മോളോട് എല്ലാം പറഞ്ഞാണോ വിട്ടേന്ന്? ഞാൻ പറഞ്ഞു, അതെ ഡോക്ടറെ, എല്ലാം പറഞ്ഞു വിട്ടേ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ വീണ്ടും എടുത്തു വെച്ചു, പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, അത്രേ പറഞ്ഞുള്ളൂ. ഉടനെ പപ്പ ഡോക്ടറെ തടഞ്ഞു. ഇല്ല ഡോക്ടർ, പറയരുത്, ഞങ്ങൾ ആരും അവരോട് പറഞ്ഞിട്ടില്ല, ഡോക്ടറായിട്ട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയുകയാണ്, ഇല്ല, അവക്കാണ് ഓപ്പറേഷൻ, അവളാണ് പേഷ്യന്റ്, അവൾ അറിയണം എന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, കുഞ്ഞെ നമ്മൾ FNAC ഒക്കെ ചെയ്തു, FNAC റിസൾട്ടിൽ കുഞ്ഞിന് ക്യാൻസർ ആണ് എന്നാണ് റിപ്പോർട്ട് വന്നതെന്ന്. ശരിക്കും ആ ഒരു മൊമെന്റ് എനിക്കിപ്പോഴും ആ സമയത്ത് എന്റെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഞാൻ അന്ന് ആ ഒറ്റ സെക്കൻഡ് ഞാനങ്ങ് ഡൗൺ ആയിപ്പോയി. കാരണം എന്റെ എന്ന് പറയുമ്പോഴത്തേനും പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്. എന്റെ പപ്പ എന്ന് പറയുമ്പം കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്, എല്ലാ ജോലിക്കും പോകും. ഞങ്ങൾ 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പഠിച്ചു വളർന്ന് ജോലിയൊക്കെ നേരിട്ട് വേണം എന്റെ പപ്പായ്ക്കും മമ്മിക്കും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ വളരെ ഫ്യൂച്ചറൊക്കെ നോക്കി നമ്മളെ കൊണ്ടുവരുന്നു. പെട്ടെന്ന് ദൈവമേ ലോകത്ത് മാറ്റപ്പെട്ടു പോവോ? ആ സമയത്ത് എന്റെ മനസ്സിൽ വരുന്നത് അത് മാത്രമേ ഉള്ളൂ, ദൈവമേ മാറ്റപ്പെട്ടു പോവോ? എന്റെ പപ്പയും മമ്മിയും എന്റെ അനിയത്തിയും അവരെ, എനിക്ക് അന്ന് 17 വയസ്സാണ്. ദൈവമേ ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് എന്റെ അപ്പനമ്മ നഷ്ടപ്പെടാൻ പോവാണല്ലോ, അവരോട് കൂടെ ജീവിച്ച് എന്റെ ലൈഫ് തീർന്നില്ലല്ലോ, അതിന് മുന്നേ ഞാൻ മരിച്ചു പോവോ എന്നുള്ള ടെൻഷനും പേടിയൊക്കെ ഞാൻ അവിടെ നിന്ന് കരയുക. ഞാൻ ഡോക്ടറെ നോക്കുന്നുണ്ട്, പപ്പയെ നോക്കുന്നുണ്ട്, അവരെ രണ്ടുപേരും മാറി മാറി നോക്കും. എനിക്ക് ആ സിറ്റുവേഷൻ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആ ഡോക്ടറെ, അതൊരു ജൂനിയർ ഡോക്ടർ ആയിരുന്നു. ആ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് നമ്മളെ ഒരു സീനിയർ ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ബാക്കി കോൺസിക്വൻസസും കാര്യങ്ങളും ഒക്കെ ഡോക്ടറും വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് നമ്മളെ കാമാക്കാൻ നോക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ടെൻഷൻ കിടക്കുന്നതുകൊണ്ട് എനിക്കത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഞാൻ ശരിക്കും അവിടെ കരയുക. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ വെളി ഇറങ്ങുമ്പോഴേക്ക് എന്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ മുഴുവൻ നനഞ്ഞ് എന്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞത് പോയ അവസ്ഥയായിരുന്നു. അപ്പോഴെന്റെ പപ്പ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മുന്നേ നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലിയ അനർത്ഥങ്ങളെ ജീവിതത്തിൽ വന്നു, അവൻ ഹല്ലേലൂയ, അപ്പോഴൊക്കെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ നിലവിളിച്ചപ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, നമ്മൾ കരഞ്ഞപ്പോൾ നമ്മളെ വിടുവിച്ചൊരു ദൈവമുണ്ട്. അവൻ ഹല്ലേലൂയ. ആ ദൈവം ഇവിടെ നമ്മളെ നിലനിർത്തും. അവൻ ഹല്ലേലൂയ. ആ ദൈവം ഇവിടെ നമ്മളെ ശക്തീകരിക്കും, ഇവിടെ നമ്മളെ വിടുവിക്കും. അവൻ ഹല്ലേലൂയ എന്നെ പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്റെ പപ്പയായിട്ട് എന്റെ അടുത്ത് വന്നത് പറഞ്ഞാണ്, ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അവൻ ഹല്ലേലൂയ. എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്, അതിന്റെ ദൈവമാണ് എന്റെ പപ്പയെ കൊണ്ട് പറയിപ്പിച്ചതെന്ന്. അവൻ ഹല്ലേലൂയ. ആ സെക്കൻഡിൽ ഞാൻ എന്റെ കരച്ചിൽ നിർത്തിയതാ. അവൻ ഹല്ലേലൂയ. പിന്നെ ഈ നിമിഷം വരെ എനിക്ക് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എന്നുള്ള ഒരു അവൻ ഹല്ലേലൂയ വിഷമമോ ഒരു കരച്ചിലോ പിന്നെ അതിന്റെ പേരിൽ ഒരിക്കലും എന്റെ കണ്ണ് നിറയാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. അവൻ ഹല്ലേലൂയ. ഇന്നും ഞാൻ എന്റെ കാര്യത്തെ പറ്റി അനേകരോട് പറയാൻ ഇടയാക്കുന്നുണ്ട്. അവിടെ ഒക്കെ അവൻ ഹല്ലേലൂയ നിറഞ്ഞ ചിരിയോടെ അവൻ ഹല്ലേലൂയ. എനിക്ക് പൂർണ്ണ മനസ്സോടെ എന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ, അവൻ ഹല്ലേലൂയ എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാൻ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അവൻ ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിറ്റേ ആഴ്ച കല്യാണമായിരുന്നു. സ്കാനിങ്ങുകളുണ്ട്, ടെസ്റ്റുകളുണ്ട്, ഓപ്പറേഷൻ മുന്നോട്ടുള്ള അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെല്ലാം ചെയ്ത് ഡിസംബർ 2 ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ആവുകയാണ്. അപ്പൊ അതിനു മുന്നേ സകല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടറിനെ കയറി കണ്ടപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ നിന്റെ തൊണ്ടയില്
വോക്കൽ കോഡിന് സൈഡിലായിട്ടാ കൂടുതലും ട്യൂമറിന്റെ മുഴകളും കാര്യങ്ങളൊക്കെ ഉള്ള. തൈറോയിഡിന് പുറത്തൊക്കെ ഉണ്ട്. അമൻ ഹാലലി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അമൻ ഹാലലി ഒരുപാട് റിസ്ക് ഉണ്ട്. അമൻ ഹാലലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നിന്റെ ശബ്ദം തിരിച്ചു കിട്ടുമോ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. അമൻ ഹാലലിയ അഥവാ നിനക്ക് ശബ്ദം തിരിച്ചു കിട്ടണമെങ്കിൽ അമൻ ഹാലലി നീ 3 മാസം വോയിസ് റെസ്റ്റ് എടുക്കണമെന്ന്. അമൻ ഹാലലിയ നിന്റെ ശബ്ദം ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടുകയില്ല. അമ്മൻ ഹാലേലിയ നിന്റെ ശബ്ദം നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നീ 3 മാസം വോയിസ് റെസ്റ്റ് എടുക്കണം. അമ്മൻ ഹാലേലിയ ഏത് ശബ്ദമാണോ നിനക്ക് നഷ്ടപ്പെടുമെന്ന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞത്, ഏത് ശബ്ദത്തിന് വേണ്ടിയാണോ ഞാൻ 3 മാസം വോയിസ് റെസ്റ്റ് എടുക്കണമെന്ന് എന്റെ ഡോക്ടർ പറഞ്ഞത്, അമ്മൻ ഹാലേലിയ അതിലും ബലമേറിയ അമ്മൻ ഹാലേലിയ അതിലും ഏറ്റവും മഹത്തരമായ ഒരു ശബ്ദത്തോടെ ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തെ ഉയർത്തുവാൻ എന്റെ ദൈവം എന്നെ ഉണ്ടാക്കുന്നതിനായി ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയാണ്. അമ്മൻ ഹാലേലിയ അന്ന് ഞാൻ ഓപ്പറേഷന് വേണ്ടി എന്റെ തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ ഈ സെയിം കേസായിട്ട് ഒരു 32 ഏജ് ഒക്കെ ഉള്ള ഒരു ആന്റി അവിടെ ഇരിപ്പുണ്ട് ഓപ്പറേഷന്. ആ ആന്റിയും ഞാനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരേ റൂമിലാണ് 2 ദിവസം കിടന്നത്. ആ ആന്റി ഡിസ്ചാർജ് ആകുന്നത് വരെ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അമൻഹാലയിലെ തന്റെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ എഴുതി കാണിച്ച് മേടിക്കുമ്പോൾ അമൻഹാലയിലെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എന്റെ മാതാവിനോട് എന്റെ പിതാവിനോട് സംസാരിപ്പാൻ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. അമൻഹാലയിലിയ എന്റെ ശബ്ദം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടറിന് മുമ്പിൽ അമൻഹാലയിലിയ എനിക്ക് സംസാരിച്ച് അമൻഹാലയിൽ ഇറങ്ങി വരെ ഉണ്ടാക്കി തീർന്നു. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് രാത്രി ഡോക്ടർ റൗണ്ട്സ് എന്റെ റൂമിൽ കടന്നു വന്നു. അപ്പൊ പെട്ടെന്ന് ഡോക്ടർ കാലെ തട്ടി എന്നെ വിളിച്ച് ജസ്റ്റ് ചോദിച്ചു പേരെന്ത് പറയാമോന്ന്. കാരണം ഡോക്ടർക്ക് ഉറപ്പാ ശബ്ദം തിരിച്ചു കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ വോയിസ് റെസ്റ്റ് എടുക്കണം എന്നുള്ള ചിന്തയിലാണ് ഡോക്ടർ വന്ന് ചോദിക്കുന്നത്. എന്നോട് വെച്ച് കുഞ്ഞു നിനക്ക് പേര് പറയാമോ? ഞാൻ പറഞ്ഞു കെസിയ. ഡോക്ടറിന്റെ മുഖത്തുള്ള ആശ്ചര്യം പിന്നെ ആശ്ചര്യം കൂടുകയാണ് ഡോക്ടറുടെ. ആ ഒരു എക്സൈറ്റ്മെന്റ് ഡോക്ടർ വീണ്ടും ചോദിച്ചു നിനക്ക് ഒന്നുകൂടെ പറയാൻ പറ്റുമോ നിന്റെ പേര്? ഞാൻ പറഞ്ഞു കെസിയ. അമൻ ഹാലേലിയ ബൈബിൾ ഒരു വാക്യമുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയിൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അമൻ ഹാലേലിയ ഞാൻ അമൻ ഹാലേലിയ ഓരോ വാക്യങ്ങളും അമൻ ഹാലേലിയുടെ ജീവിതത്തില് അമൻ ഹാലിലോ അത് റിയൽ ആയിട്ട് നടക്കുകയായിരുന്നു. അമൻ ഹാലേലിയ ഇത് എങ്ങനെ സംഭവിച്ചു? യഹോവയിൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്നല്ലാതെ എനിക്ക് മറ്റൊന്നും അത് പറയാൻ സാധിക്കില്ല. അമൻ ഹാലേലിയ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഓപ്പറേഷനെ പറ്റിയിട്ടും ഒക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. അന്ന് രാത്രികാലം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു ദൈവമേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടും, അതുപോലെ ടെൻഷനായിട്ടാണ് ഞാൻ അന്ന് ഓപ്പറേഷന് പോകുന്നതിന് മുന്നേ അതിന്റെ റൂമിൽ ഇരുന്നത്. അമൻ ഹാലേലിയ എങ്കില് ഓപ്പറേഷന് വേണ്ടി എന്നെ കൊണ്ടുപോകാൻ സ്റ്റാഫ് വന്നത് വരെ ടെൻഷനായിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പം എന്റെ പപ്പയുണ്ട്, പപ്പായുടെ ബ്രദറിന്റെ വൈഫൊക്കെ ഉണ്ട്. അപ്പം ആന്റി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന്. അപ്പം ആന്റി പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ ഇറക്കി. ആ നിമിഷം വരെ അമൻ ഹാലേലിയ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അമൻ ഹാലേലിയ ചിരിച്ചുകൊണ്ട് അമൻ ഹാലേലിയ ഏറ്റവും സമാധാനത്തോടെ ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നു പോയത്. അത്രയും നേരം എന്നെ ആശ്വസിപ്പിച്ചു എനിക്ക് ബലം നൽകിക്കൊണ്ടിരുന്ന എന്റെ അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ടാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്റർ വരെ കൊണ്ടാക്കിയതെങ്കിൽ അതുവരെ അമൻ ഹാലേലിയ ടെൻഷനോടെ കരഞ്ഞിരുന്ന ഞാൻ അമൻ ഹാലേലിയ ഒരു വലിയൊരു പ്രത്യേക ദൈവസാന്നിധ്യം അനുഭവിച്ചാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു പോകാനൊക്കെ ദൈവം ഇടയാക്കി തീർത്തത്. അമൻ ഹാലേലിയ അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. അമൻ ഹാലേലിയ റിക്കവറി റൂമിൽ കൊണ്ടുവന്നു, അതിനുശേഷം ഒബ്സർവേഷൻ റൂമിൽ കൊണ്ടുവന്നു. അപ്പോഴൊക്കെ വല്ലാത്ത വേദനകൾ അനുഭവിച്ചാണ് ഞാൻ ആ റൂമിലായിരുന്നു. അമൻ ഹാലേലിയ എനിക്ക് അമൻ ഹാലേലിയ പെയിൻ കില്ലേഴ്സ് തരുന്നുണ്ട്. അപ്പോഴൊന്നും എന്റെ വേദന കുറയാതെ ഞാൻ അമൻ ഹാലേലിയ ഭാരപ്പെട്ട അവനായിരുന്ന അവസ്ഥകളൊക്കെ അമനുണ്ട് ആ ജീവിതത്തിൽ. ഹാലേലിയ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ ഒബ്സർവേഷൻ റൂമിൽ കിടക്കുകയാണ്. അപ്പം ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാളെ ഒരു സമയത്ത് പറ്റത്തുള്ളൂ. എന്റെ മമ്മി അന്ന് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി റൂമിൽ പോയപ്പം എന്റെ മമ്മിയുടെ മമ്മി ആ സമയത്ത് ബൈസ്റ്റാൻഡർ ആയിട്ട് ആ റൂമിലുണ്ടായിരുന്നു. എന്റെ വലിയമ്മച്ചി മമ്മച്ചി ഞാൻ എന്റെ വേദന സഹിക്കുന്ന കാണാതെ ഞാൻ കരയുന്ന കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുക. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഉറങ്ങാൻ കഴിയത്തില്ല എങ്കിൽ പോലും ഞാനിങ്ങനെ പാതി മയക്കത്തിലൊരു സമയത്ത് അമ്മൻ ഹാലയിലേക്ക് പെട്ടെന്നൊരു പാട്ട് കേൾക്കുകയാണ്. ആ പാട്ട് ഇങ്ങനെയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. അമ്മൻ ഹാലയിലിയ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ് അമൻ ഹാല, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ് അമൻ ഹാലേലിയ എന്നുള്ള പാട്ടിന്റെ ഫുൾ വരികൾ അമൻ ഹാലേലിയ എന്റെ മനസ്സിലേക്ക് അമൻ ഹാലേലിയ എന്റെ കാതിനെ കേട്ടോണ്ടിരിക്കുക. അമൻ ഹാലേലിയ അതിനോടൊപ്പം അമൻ ഹാലേലിയ എന്റെ തലമേൽ അമൻ ഹാലേലിയ നെറ്റിമേൽ അമൻ ഹാലേലിയ ഒരു കൈ വന്ന് തലോടുക അമൻ ഹാലേലിയ. എന്നിട്ട് വീണ്ടും പറയുക കെസിയ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് അമൻ ഹാലേലിയ. അന്ന് പകൽക്കാലം ആ സമയത്ത് എന്റെ ആ റൂമില് എന്റെ പേരറിയാം
എനിക്കറിയാവുന്ന ഒരാളെ അവിടെ ഉള്ളൂ, അതെന്റെ അമ്മാമ്മച്ചിയാ. പുള്ളിക്കാരി ഞാൻ കരയുന്നത് കാണാതിരിക്കാൻ എന്റെ നേരെ തിരിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഉറപ്പായി അമ്മാമ്മച്ചി അല്ല എന്റെ പേര് വിളിച്ചത്. പിന്നെ വിളിക്കാൻ ഒരാളെ ഉള്ളൂ, ഡോക്ടറെ ഉള്ളൂ. ഡോക്ടർ റൂമിലില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പേര് ചൊല്ലി വിളിച്ചത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് എന്നോട് പറഞ്ഞത് എന്റെ ദൈവമല്ലാതെ മറ്റാരുമല്ല. ഞാൻ ഒരു പാട്ടുണ്ട്, ചാരത്തുണ്ടെന്ന് ഓതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ എന്നൊരു പാട്ടിന്റെ ഒരു വരികളുണ്ട്. ആ സ്വരം കേട്ട ആളാണ് ഞാൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് അന്ന് കാതിൽ പറഞ്ഞ അതേ ശബ്ദം എന്നെ വിടുവിച്ചു. എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ആ സൗഖ്യത്തിന് സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നെ ഡിസ്ചാർജ് ആയി, ഞാൻ വീട്ടിൽ വന്നു. അന്ന് ഡിസംബർ 16 ആയപ്പോൾ ഡിസ്ചാർജ് ആയി. ആ മാസം തന്നെ പിന്നെയും ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ കടന്നു പോകണമായിരുന്നു. കാരണം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയ കാര്യങ്ങളൊക്കെ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് വരണം, ബാക്കി ചെക്കപ്പ് ഉണ്ട്, വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞു. ഡിസംബർ 23 പിന്നെയും ചെക്കപ്പിന് കടന്നു ചെന്നപ്പോഴാണ് അറിയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ മാത്രം ഉണ്ടായിരുന്ന ക്യാൻസർ കഴുത്തിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഡോക്ടർമാര് റെഫർ ചെയ്യുന്നു, തിരുവനന്തപുരം RCCയിലേക്ക് റെഫർ ചെയ്യാണ്. കീമോ ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പം എന്റെ പപ്പ പറഞ്ഞു, ഡോക്ടറെ ഇവിടെ തന്നെ ക്യാൻസർ സെന്റർ ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ തന്നെ കാണിച്ചാൽ പോരെ, തിരുവനന്തപുരം വരെ പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞുവെങ്കിൽ അത് മതി, അവിടേക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ജനറൽ OP ഞങ്ങൾ ഇറങ്ങി. ക്യാൻസർ സെന്ററിലേക്ക് ഞാനും എന്റെ പപ്പയും മമ്മിയും സിസ്റ്ററൊക്കെ നടന്നു പോവുകയാണ്. അപ്പൊ ഞാൻ നടുക്കാണ്, എന്റെ പപ്പയും മമ്മിയും എന്റെ ഇടത്തും വലത്തോടെ ചേർന്ന് ഞങ്ങൾ നടന്നു പോകുന്നത്. ഓപ്പറേഷന് മുന്നേ ഒക്കെ സ്കാനിങ്ങിനും ടെസ്റ്റിനും വേണ്ടിയും ഒക്കെ ഈ ക്യാൻസർ സെന്ററിന്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ എനിക്കൊരു പ്രാർത്ഥന ഉള്ളായിരുന്നു, ദൈവമേ ഒരിക്കലും ദൈവമേ ഞാൻ ഇതിനകത്തേക്ക് കടന്നു വരുവാൻ ദൈവമേ നീ അനുവദിക്കരുതേ, എനിക്ക് പൂർണ്ണമായ വിടുതൽ തരണമേ, ഒരിക്കലും എന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുവരരുത് എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്ക്. പക്ഷെ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ആ ക്യാൻസർ സെന്ററിന്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിൽ ചോദിച്ചു, ദൈവമേ ഞാൻ എങ്ങോട്ട് കടന്നു പോകരുതെന്നാണോ ഞാൻ പ്രാർത്ഥിച്ചത്? എന്റെ ദൈവമേ നീ അങ്ങോട്ട് തന്നെയാണോ എന്നെ കൊണ്ടുപോകുന്നുള്ള പ്രാർത്ഥന ഒരുപാട് ചോദ്യമായിരുന്നു എന്റെ മുമ്പിൽ. ദൈവം എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ദൈവം എന്നെ വിടുമ്പോൾ നീ സർവശക്തനല്ലയോ? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതല്ലേ, എന്തിനാണ് ദൈവം എന്നെ കൊണ്ടുപോകുന്നത്? ഒരുപാട് ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചോണ്ടാ അന്ന് ഞാൻ ക്യാൻസർ സെന്ററിലോട്ട് പോയത്. അപ്പൊ ചോദിക്കും, നമുക്ക് ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടല്ലോ ക്രിസ്യ, നിനക്ക് മറുപടി കിട്ടിയില്ലേ എന്ന്. കിട്ടി. ഞാൻ അന്ന് ചോദിച്ച എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാ ഇന്ന് രാത്രികാലത്തെ എന്റെ സാക്ഷ്യം. ഞാൻ അവിടേക്ക് കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ രാത്രിയിൽ എനിക്ക് എന്റെ ദൈവത്തിന്റെ വിടുതൽ കൊണ്ട് നിൽപ്പാൻ സാധിക്കില്ലായിരുന്നു. അവിടേക്ക് പോയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില വിഷമമേറിയ അല്ലെങ്കിൽ പ്രയാസമേറിയ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ ലോകക്കാരുടെ മുമ്പിൽ ഈ ലോകത്തിന്റെ മുൻപിൽ നമ്മുടെ ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്യാൻസർ സെന്ററിലേക്ക് പോയി. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് വേണ്ടത്, അത് അവിടെ ഇല്ല, ഉള്ളത് തിരുവനന്തപുരം RCCയിലും പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടത് എന്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് മാത്രമല്ല, ഈ കഴുത്തിലെ മസിൽസ് ഒക്കെ എടുത്തത് കൊണ്ട് എനിക്ക് ആ ട്രീറ്റ്മെന്റിന്റെ ഹൈഡോസ് തന്നെ ആവശ്യമാണ്. മെഡിക്കൽ കോളേജിലാ. അതിനുവേണ്ടി അവിടെ എന്നെ റെഫർ ചെയ്തു. അവിടേക്ക് ഞാൻ പോവുകയാണ്. എനിക്കൊരു വിടുതലല്ലാതെ തന്നെ നീ എന്നെ തിരിച്ചു കൊണ്ടുവന്നുള്ള പ്രാർത്ഥനയാ. ഞാൻ ഒരുപാട് വാക്യങ്ങൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വാക്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയും. ഈ വർഷക്കാലം ജനുവരിയിൽ ഞാൻ അവിടെ ചെന്നു. ഒരു റേഡിയോ ID സ്കാൻ ഉണ്ടായിരുന്നു. ആ സ്കാൻ ചെയ്തപ്പോൾ പിന്നെയും ക്യാൻസർ സെൽസ് കഴുത്തിലുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടി. പിന്നെ ഒരു ഹൈഡോസും കൂടെ എടുത്തു ആ മെഡിസിനിന്റെ. ആ മെഡിസിൻ ഹൈഡോസ് എടുക്കുമ്പോൾ ഉള്ള ക്യാൻസർ സെൽസ് എല്ലാം ഡിസ്ട്രോയ് ആയി പോകുമെന്നുള്ള ഡോക്ടർ പറയുകയാണ്. അപ്പോഴും എന്റെ മനസ്സിലുണ്ട്, ദൈവമേ ഈ മരുന്നല്ല എന്നെ വിടുവിക്കേണ്ടത്. ഈ മരുന്ന് കുടിക്കുമ്പോൾ ഈ മരുന്നിന്റെ ശക്തിയല്ല എന്നെ പ്രവർത്തിക്കേണ്ടത്. എന്റെ ദൈവമേ ഈ മരുന്നിനെ നീ പരിവർത്തിക്കണമേ. നിന്റെ ശക്തി ചെല്ലണമേ. അവിടെ നീ ഒന്ന് പ്രവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്ക്. അങ്ങനെ ജനുവരി ചെന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒക്ടോബറിലൊക്കെ ഞാൻ ചെന്നു. നവംബർ മാസം 14 പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു പോകാനിടയായി തീർന്നു. അവിടെ ചെന്ന് പിന്നെയും ഒരു റേഡിയോ ID സ്കാൻ എടുത്തു. ജനുവരിയിൽ 3-4 സെൽസും കൂടെ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് എന്റെ പിതാവിനോട് പറഞ്ഞത്, ഇന്നു മുതൽ അവൾ ക്യാൻസർ പേഷ്യന്റ് എന്ന ലേബലിന് അർഹയല്ല. അവൾ ക്യാൻസറിന്റെ ഒരു അംശം പോലും ഇപ്പോൾ ശേഷിക്കുന്നില്ല. അവള് ക്യാൻസർ പേഷ്യന്റ് ലേബിളിൽ നമ്മള് ഫുൾ ഫ്രീ ആയിട്ടിരിക്കുന്നുള്ളൊരു കാര്യമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ എന്നെ ട്രീറ്റ് ചെയ്യുന്ന
തരുന്ന ഡോക്ടർമാർ പോലും അതിശയം കൂറുമാറി നീ എനിക്കൊരു വലിയൊരു വിടുതൽ നൽകണമേ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടിയായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പോലും അതിശയം കൂറുമാറി ഒരു വലിയ വിടുതൽ ദൈവം എനിക്ക് ദാനമായി നൽകി തന്നു. ആമേൻ. ഹല്ലേലൂയ. 31 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നുള്ള വാക്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തൊരു ദൈവമുണ്ട് എനിക്ക്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ രട്ടഴിച്ച ആമേൻ. ഹല്ലേലൂയ എന്നെ സന്തോഷം ഉടുപ്പിച്ചൊരു ദൈവം എനിക്കുണ്ട് ഈ രാത്രികാലം. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഭാരവും പ്രയാസവും ഒക്കെ നേരിട്ടപ്പോൾ ആമേൻ. ഹല്ലേലൂയ എന്റെ ചാര വന്നിട്ട് ആമേൻ. ഹല്ലേലൂയ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് എന്റെ ചെവിയിൽ പറഞ്ഞൊരു ദൈവം എനിക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവത്തോട് ദൈവത്തിന് എന്നെ ആമേൻ. ഹല്ലേലൂയ വിടുവിക്കാൻ ആമേൻ. ഹല്ലേലൂയ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് എൻ്റെ അപ്പന്റെ അമ്മയുടെ പ്രാർത്ഥന, എൻ്റെ ആമേൻ. ഹല്ലേലൂയ അനേക പേരുടെ പ്രാർത്ഥന, ആമേൻ. ഹല്ലേലൂയ അനേക ജീവിതങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രികാലം വിടുതൽ പ്രാപിച്ച ആമേൻ. ഹല്ലേലൂയ എനിക്കിവിടെ ദൈവത്തിന് സാക്ഷ്യം നിൽപ്പാൻ കഴിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അമ്മൻ ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ക്യാൻസർ ആണെന്ന് ആദ്യം പറഞ്ഞത് എൻ്റെ പപ്പയും മമ്മിയാണ്. അന്ന് അറിഞ്ഞതിന്റെ രാത്രികാലം ഞാനും എൻ്റെ അനിയത്തിയും കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് വന്നിട്ട് ഒരാള് മരിച്ചു പോയാൽ നമ്മൾ എത്ര നിലവിളിച്ച കരയോ അത്രത്തോളം ഒരു നിലവിളിയായിരുന്നു അന്ന് രാത്രി എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ ഭവനത്തിൽ നിന്ന് മുഴക്കിയത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് അന്ന് മാത്രമല്ല ആമേൻ. ഹല്ലേലൂയ എല്ലാ രാത്രികാലവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ രാത്രികാലം എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപ്പനും അമ്മയും. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ പപ്പയെ പറ്റി പറയുകയാണെങ്കിൽ ആമേൻ. ഹല്ലേലൂയ ഒരിക്കലും ആമേൻ. ഹല്ലേലൂയ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി എന്ന സമയം ഉണ്ടെങ്കിൽ ആമേൻ. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ നിങ്ങൾ പായിടണം, പ്രാർത്ഥിക്കണം. നമുക്ക് പിന്നെ കുടുംബ പ്രാർത്ഥന ഇരിക്കും, അതിന് മുന്നേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ പപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ സ്കൂളിൽ പോയോ, നിങ്ങൾ ഫുഡ് കഴിച്ചോ, ആമേൻ. ഹല്ലേലൂയ നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടാകും, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചോ. ആമേൻ. ഹല്ലേലൂയ ഞാൻ 6 മണിക്ക് പ്രാർത്ഥിക്കായിരുന്നു, നീ ഏത് പാട്ടാ പാടിയേ, നീ ഏത് സങ്കീർത്തനം നീ വായിച്ചേ, ആമേൻ. ഹല്ലേലൂയ എന്നൊക്കെ അവൻ എന്നോട് ചോദിക്കുമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം നന്മയെ കണക്കിട്ട് ആമേൻ. ഹല്ലേലൂയ എന്നെ വിടുവിച്ചത്. ഒരിക്കലും ഞാൻ പറയുകയല്ല എൻ്റെ കഴിവോ ആമേൻ. ഹല്ലേലൂയ എന്നെ മിടുക്കൊന്നുമല്ല, എൻ്റെ ദൈവത്തിന് കൃപ തോന്നിയോണ്ട് മാത്രമാണ് ആമേൻ. ഹല്ലേലൂയ എനിക്കിന്ന് പൂർണ്ണ വിടുതലോടെ പ്രാപിച്ച് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. ആമേൻ. ഹല്ലേലൂയ ഞാൻ പറയുകയുണ്ടായി, എൻ്റെ +2 പകുതി വെച്ചാണ് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആവുന്നത്. ആമേൻ. ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്, ഓപ്പറേഷൻ കഴിയുന്നൊക്കെ അന്ന് നവംബർ തൊട്ട് ആമേൻ. ഒക്ടോബർ ലാസ്റ്റ് നവംബർ തൊട്ട് ആമേൻ. ഹല്ലേലൂയ എൻ്റെ +2 എൻഡായി. ആമേൻ. ഹല്ലേലൂയ ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. അപ്പം +2 ആണ്, എക്സാം വരുന്നുണ്ട്, എങ്ങനെ എഴുതും അവൻ. ഹല്ലേലൂയ +2 എഴുതാൻ പറ്റുമോ അവൻ. ഹല്ലേലൂയ ഇനി ഒരു എഡ്യൂക്കേഷൻ ലൈഫ് ഉണ്ടോ അവൻ. ഹല്ലേലൂയ എന്നൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചു. അവൻ. ഹല്ലേലൂയ അവൻ. ഹല്ലേലൂയ എല്ലാവരുടെ മുമ്പ് ഒരു ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ ഭാവി, എൻ്റെ ഫ്യൂച്ചർ. അവൻ. ഹല്ലേലൂയ ഇനി നിനക്ക് പഠിക്കാൻ പോകാൻ പറ്റുമോ അവൻ. ഹല്ലേലൂയ നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് മുമ്പ് ഞാനൊരു ചോദ്യചിഹ്നമായിരുന്നു. അവൻ. ഹല്ലേലൂയ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജനുവരിയിൽ ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ അഡ്മിറ്റ് ആയി. ആ മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ റേഡിയേഷൻ മരുന്നെടുത്ത് എന്റെ ബോഡി ഫുള്ള് റേഡിയേഷൻ ആയതുകൊണ്ട് എന്നെ ഒറ്റയ്ക്ക് റൂമിലാക്കിയേക്കുക. അന്ന് എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, കെസിയ നീ എവിടാ? ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുക ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. എന്നോട് എടി നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു, നമുക്കിനി പ്രാക്ടിക്കൽ നമ്മുടെ ഫൈനൽ എക്സാം ഒക്കെ വരും, നീ എക്സാം എഴുതാൻ വരുമോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല, ട്രീറ്റ്മെന്റ് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, പറഞ്ഞാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, ഇപ്പൊ റെസ്റ്റ് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പെട്ടെന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ +2 എല്ലാം കഴിയും, ഞങ്ങൾ എക്സാം എല്ലാം എഴുതും, ഞങ്ങൾ എക്സാം പാസ്സാവും, വേറെ കോഴ്സ് എടുക്കും, ഞങ്ങൾക്ക് ജോലി കിട്ടും, ഞങ്ങളുടെ ഫ്യൂച്ചർ അങ്ങനെ പോകും, നീ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കത്തേ ഉള്ളല്ലോ എന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് അത് സ്ട്രൈക്ക് ചെയ്ത രീതി വേറെയായിരുന്നു. അമ്മൻ. ഹല്ലേലൂയ അപ്പൊ എന്റെ മനസ്സിൽ വന്നു, ദൈവമേ ഞാൻ എങ്ങനായി പോവോ, എന്റെ ഫ്യൂച്ചർ എന്തായി തീരും. അമ്മൻ. ഹല്ലേലൂയ എല്ലാവരുടെ നടുവും ഞാൻ ഒരു ചോദിച്ചിട്ടുമായി പോവല്ലോ. അമ്മൻ. ഹല്ലേലൂയ അപ്പം ദൈവത്തിൽ പ്രാർത്ഥിച്ച, ദൈവമേ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിന്ദപാത്രമായി പോകാൻ ദൈവമേ നീ ഒരിക്കലും അനുവദിക്കരുത്. ആ റൂമിൽ ഇരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കണ്ണുനീര് അമ്മൻ. ഹല്ലേലൂയ എന്റെ മാതാവ് കണ്ടില്ല, എന്റെ പിതാവ് കണ്ടില്ല, വേറെ ആരും കണ്ടില്ല. പക്ഷേ എന്റെ കണ്ണുനീര് കണ്ടത് ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കിയ ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ കണ്ണുനീരിനെ മാനിച്ചൊരു ദൈവം എനിക്കുണ്ട്. അമ്മൻ. ഹല്ലേലൂയ ഞങ്ങൾ എക്സാം എഴുതും, ഞങ്ങൾ പാസ്സാകും, ഞങ്ങൾ വേറെ കോഴ്സ് ചെയ്യും, നീ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞ എന്റെ അതേ ഫ്രണ്ടിന്റെ കൂടെ അമ്മൻ. ഹല്ലേലൂയ ഒരേ എക്സാം ഹാളില് ഒരേ ബെഞ്ചിൽ ഇരുന്ന് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് അമ്മൻ. ഹല്ലേലൂയ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എക്സാം എഴുതി. അമ്മൻ. ഹല്ലേലൂയ ഒരിക്കലും അമ്മൻ. ഹല്ലേലൂയ ഒരു മിടുക്കായിട്ട് ഞാൻ പറയുകയല്ല. റിസൾട്ട് വന്നപ്പോൾ ആ പറഞ്ഞ ഫ്രണ്ടിനെക്കാട്ടിലും ഏറ്റവും മികച്ച മാർക്കോടെ ദൈവം എന്നെ പാസ്സാക്കാൻ ഇടയായി തീർന്നു. അമ്മൻ. ഹല്ലേലൂയ
നമ്മുടെ ബൈബിളിൽ വാക്യമുണ്ട്, കൂട്ടുകാരി പരമായി ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് മാനിക്കുന്ന ഒരു ദൈവമാ. അവൻ ഹല്ലേലൂയ. റിസൾട്ട് വന്നപ്പോൾ 90.91% കൂടെ എനിക്ക് എന്റെ +2 പാസ്സാകാൻ ഇടയായി തീർന്നു. ഞാൻ +2 എക്സാം എഴുതത്തില്ല, +2 കഴിഞ്ഞ് എനിക്കൊരു ലൈഫില്ല എന്ന് പറഞ്ഞ അനേക പേരുണ്ട്. അവൻ ഹല്ലേലൂയ. +2 ഞാൻ 3, 4, 5 മാസക്കാലം ഞാൻ ക്ലാസ്സിൽ പോയില്ല. അവിടൊക്കെ അവൻ ഒരിക്കലും മിടുക്കായിട്ട് പറയുകയല്ല, എന്റെ ദൈവമാണ് എന്നെ പഠിപ്പിച്ചത്, ദൈവമാണ് എനിക്ക് കൃപ തന്നത്. അവൻ ഹല്ലേലൂയ. മിസ്സായ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് ഞാൻ അവൻ ഹല്ലേലൂയ ഒരുപാട് വിഷമിച്ചു. അവിടൊക്കെ ദൈവം എനിക്ക് ജ്ഞാനം തന്നു, ദൈവം എനിക്ക് ബുദ്ധി തന്നു, ദൈവം എന്നെ ബലപ്പെടുത്തി. അവൻ ഹല്ലേലൂയ. റിസൾട്ട് വന്നു, അടുത്ത കോഴ്സസിന് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങുക. അവൻ ഹല്ലേലൂയ. ഇതേ ഫ്രണ്ട് അവൻ ഹല്ലേലൂയ അഡ്മിഷന് വേണ്ടി ഓടി നടന്നപ്പോൾ അവൻ ഹല്ലേലൂയ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ഞാൻ ആഗ്രഹിച്ച കോഴ്സ്, ആഗ്രഹിച്ച കോളേജിൽ ദൈവം തന്നെ എന്നെ മാനിച്ചൊരു ദൈവമുണ്ട്. അവൻ ഹല്ലേലൂയ. ദൈവസ്ഥലം നമ്മളൊന്ന് കരഞ്ഞാൽ അവൻ ഹല്ലേലൂയ ഒരിക്കലും നമ്മുടെ ദൈവം തള്ളി മാറ്റത്തില്ല. അവൻ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടുകാരിൽ പരമായ ദൈവം നമ്മളെ മാനിക്കും. അവൻ ഹല്ലേലൂയ. അനേക പേരുടെ നടുവിൽ ഞാനൊരു ചോദ്യചിഹ്നം വരുന്നു. പക്ഷേ ആരുടെ മുമ്പിലായിരുന്നു ഞാൻ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നത്, അവരുടെ ഒക്കെ നടുവിൽ ഇന്ന് ഞാനൊരു അത്ഭുതമാ. അവൻ ഹല്ലേലൂയ. ദൈവജനത്തിൽ പറയുന്നുണ്ട്, പലർക്കും നമ്മളൊരു അത്ഭുതമാ. അവൻ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യും. ആ വാക്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വളരെ പ്രായവർത്തിയമാണ്. അവൻ ഹല്ലേലൂയ. ഒരിക്കലും ഒരു വാക്യം എന്നതിലുപരി അവൻ ഹല്ലേലൂയ അതൊക്കെ എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ. കൈപ്പേറിയ ദിവസങ്ങളോട് അവൻ ഹല്ലേലൂയ നാളുകളോടൊക്കെ കടന്നു പോയപ്പോഴൊക്കെ അവിടെ നിന്നും ദൈവം എത്ര അവൻ ഹല്ലേലൂയ ഉന്നതനെന്ന്, അവൻ എത്ര മതിയായവനെന്ന് എനിക്ക് രുചിച്ചറിയുവാൻ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. അവൻ അത്രത്തോളം ഈ നിമിഷം വരെ ദൈവനെ കാത്തു പരിപാലിച്ചു. അവൻ ഹല്ലേലൂയ. ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ ഹല്ലേലൂയ സ്തോത്രം ചെയ്യാം. എന്റെ പപ്പയും മമ്മിയും ചിന്തിച്ചു, അവൻ ഹല്ലേലൂയ ഇവിടെ എങ്ങനെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകും. അവൻ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഹല്ലേലൂയ. നമ്മൾ പറയുന്നുണ്ട്, പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരിഹാര ദൈവം ഇതിലോട്ട് കരുതിയിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ. ഇതൊരു പരീക്ഷ ഞങ്ങൾക്ക് വേണ്ടി തന്നുവെങ്കിലും പരിഹാരം അവൻ ഹല്ലേലൂയ ഞങ്ങൾ കരുതി വെച്ചിട്ടാ ദൈവം നമുക്ക് ഈ പരീക്ഷ ഞങ്ങളുടെ മുമ്പിൽ തന്നത്. അവൻ ഹല്ലേലൂയ. ഞങ്ങൾ അറിയാത്ത ജീവിതങ്ങൾ, അവൻ ഹല്ലേലൂയ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ, അവൻ ഹല്ലേലൂയ പ്രാർത്ഥനയായി അവൻ ഹല്ലേലൂയ സഹായമൊക്കെ ഞങ്ങൾ അടുക്കിലേക്ക് ഓടി വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അവൻ ഹല്ലേലൂയ. ഒരാളുടെ നടുവിൽ പോലും ഞങ്ങൾ തല അവൻ ഹല്ലേലൂയ കുനിക്കുവാൻ ദൈവം അനുവദിക്കാത്തൊരു ദൈവമാണ്. അവൻ ഹല്ലേലൂയ. ട്രീറ്റ്മെന്റിന് പോയിട്ട് വരുമ്പോഴൊക്കെ പലരും എന്റെ മമ്മിയോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, അവളുടെ മുടി പോയോ, അവൻ ഹല്ലേലൂയ, അവൾ ക്ഷീണിച്ചോ, അവൻ ഹല്ലേലൂയ, അവിടെ കരയുന്നുണ്ടോ, അവൻ ഹല്ലേലൂയ, അവൾ എങ്ങനെ എനിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുമോ, അവള് സംസാരിക്കുവോ എന്നൊക്കെ ചോദിച്ച് അവൻ ഹല്ലേലൂയ നമ്മളെ തളർത്താൻ നോക്കിയപ്പോഴൊക്കെ അവൻ ഹല്ലേലൂയ ഞങ്ങൾ തളർന്നില്ല. കാരണം കാലി വഴുതാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. അവൻ ഹല്ലേലൂയ. നമ്മളെ ബലപ്പെടുത്താൻ ദൈവൻ ആരാ? സർവശക്തൻ. അവൻ ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാ. മനസ്സ് തകർന്നവരെ അവൻ ഒരിക്കലും കൈവിടാത്തൊരു ദൈവം. അവൻ ഹല്ലേലൂയ. അവൻ ഞങ്ങളെ കൈപിടിച്ച് നടത്തി, ഞങ്ങളുടെ കൂടെ നടന്നു. അവൻ ഹല്ലേലൂയ. ഞങ്ങൾ ഓരോ സ്റ്റേജിലും ദൈവത്തിന്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് രുചിച്ചറിയാൻ ദൈവം ഇടയാക്കി തീർത്തു. എന്നെ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത ആ നിമിഷം മുതലേ ഈ നിമിഷം വരെ അവൻ ഹല്ലേലൂയ ഒരിക്കലും ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. അവൻ ഹല്ലേലൂയ. 2022 എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, നീ ഇനി തിരിച്ച് പഴയ പോലെ വരുമോ, ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അവൻ ഹല്ലേലൂയ. 2022 അവസാനം ഞാൻ കാണുമോ എന്റെ ദൈവമേ, 2023 എന്നൊരു വർഷം എനിക്ക് കിട്ടുമോ ദൈവമേ ഒക്കെ ഞാൻ കരഞ്ഞ നാളുകളുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഒരുപാട് ഞങ്ങൾ കരഞ്ഞു, ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുപാട് ഞങ്ങൾ നിലവിളിച്ചു. അതിന്റെ മധ്യത്തിലൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെവി ചായ്ച്ചിറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്തൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. അവൻ ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്ന പോലെ ദൈവം ചെയ്ത നന്മകള് ഞങ്ങൾക്ക് ജീവൻ ചെയ്ത ഉപകാരങ്ങൾ അവൻ ഹല്ലേലൂയ. വർണ്ണിക്കാൻ ഞങ്ങളുടെ ആയുസ്സോ ഞങ്ങളുടെ നാവോ ഒന്നും ഒരിക്കലും പോരാ. അവൻ ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ. എനിക്ക് അവൻ ഹല്ലേലൂയ എന്റെ സാക്ഷ്യം മറ്റുള്ളവർ പറയുന്നത് അവൻ ഹല്ലേലൂയ ഭയങ്കര അവൻ ഹല്ലേലൂയ ഭയങ്കര സന്തോഷം. അവൻ ഹല്ലേലൂയ. ഞാൻ ക്യാൻസർ ഫുൾ ഫ്രീ ആയെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവൻ ഹല്ലേലൂയ എന്റെ കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമുണ്ട്, പറഞ്ഞൊരു കാര്യമുണ്ട്, എടി നിനക്കിത് എങ്ങനെ പറ്റി, സംഭവിച്ചു, നിന്റെ ദൈവം അത്രയ്ക്ക് വലിയ ആളാ. അവൻ ഹല്ലേലൂയ. കാരണം എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ക്യാൻസറുമായിട്ട് ഭാരപ്പെട്ട് അലക്കുന്നവരുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ അവളുടെ അമ്മ ഈ സെയിം അസുഖത്താൽ ഇപ്പൊ കീമോ വരെ എടുത്ത് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അവളോട് പറഞ്ഞു, ഇടി നിനക്ക് വലിയൊരു ഭാഗ്യമുണ്ട്, നീ പ്രാർത്ഥിച്ചതൊക്കെ നിനക്ക് മറുപടി കിട്ടിയല്ലോ. അവൻ ഹല്ലേലൂയ. നിനക്ക് ഒരു ഫുൾ ക്യൂർ ആയല്ലോ എന്ന് പറയാൻ ഇടയായി തീർന്നു. കാരണം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവൻ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ നടന്നപ്പോൾ അവൻ ഹല്ലേലൂയ പലർക്കും ഞാൻ അത്ഭുതമായി എന്റെ ദൈവത്തിന്റെ നാമം അവൻ ഹല്ലേലൂയ അവിടെ മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നു. അവൻ ഹല്ലേലൂയ. നമുക്ക് അവൻ ഹല്ലേലൂയ എനിക്ക് പറയാനുള്ള ദൈവമക്കളെ അവൻ ഹല്ലേലൂയ നമ്മളെ ചില തീച്ചുകളുടെ അനുഭവത്തിലൂടെ കടത്തി വിട്ടാലും അവൻ ഹല്ലേലൂയ അതൊരിക്കലും നമ്മളെ തകർക്കാനല്ല, ഒരിക്കലും നമ്മൾ നശിപ്പിക്കാനല്ല. അവൻ ഹല്ലേലൂയ പൊന്നൂതി കഴിക്കും പോലെ, വെള്ളി ഊതി കഴിക്കും പോലെ നമ്മളെ പിന്നെയും 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 ശക്തിയോടെ തിളക്കത്തോടെ അവൻ ഹല്ലേലൂയ ബലത്തോടെ നമ്മളെ പുറത്ത് കൊണ്ടുവരാനാ. അവൻ ഹല്ലേലൂയ കുശവന്റെ കയ്യിലെ പാത്രം പോലെ അവൻ
ഹാല നമ്മളെ പുതുതായിട്ടൊന്ന് മെനഞ്ഞെടുക്കാനാ അവൻ ഹാലിയ അതൊക്കെ രുചിച്ചറിയുവാൻ ദൈവം എനിക്ക് ഇടയായി തീർന്നു. അവൻ ഹാലിയ വേദഭാഗത്തൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 116 അവൻ ഹാലേലിയ 7-8 വാക്യങ്ങൾ. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അവൻ ഹാലേലിയ അവൻ്റെ കണ്ണീനെ നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. അവൻ ഹാലലിയ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചകളിൽ നിന്നും അവൻ ഹാലലിയ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ ദൈവം എന്നെ വിട്ടുവെച്ചു. അവൻ ഹാലലിയ നമ്മൾ പറയുന്നുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അവൻ ഹാലലിയ സത്യമാണ്. അവൻ ഹാലലിയ ഒരിക്കലും എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ അല്ല അവൻ ഹാലലിയ എനിക്ക് വിടുതൽ തന്നത്. അവൻ ഹാലലിയ സകല വൈദ്യന്മാരെക്കാട്ടിലും ശ്രേഷ്ഠ ഒരു വൈദ്യൻ എനിക്ക് അവൻ ഹാലലിയ വേണ്ടി ഇറങ്ങി വന്നു. അവന്റെ ഗിലിയാദിലെ തൈലക്കൊണ്ട് എൻ്റെ മേൽ പൂശി, അവന്റെ ആണിപ്രതലക്കാരം എൻ്റെ മേൽ വെച്ചു. അവൻ ഹാലലിയ അവൻ ഹാലനെ വിടുവിച്ച ദൈവം. അവൻ ഹാലലിയ നന്ദി പറഞ്ഞ തീരുകയില്ല. അവൻ ഹാലലിയ എൻ്റെ ആയുസ്സും പോരാ, എൻ്റെ നാവ് ഒന്നും പോരാ. അവൻ ഹാലലിയ പിന്നെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഹാലലിയ ഇനി എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന എൻ്റെ ആയുഷ്കാലം ഒക്കെ ദൈവത്തിന് നാമം ഉയർത്തുവാൻ, അവൻ ഹാലലിയ ദൈവത്തിന് സാക്ഷിയായി ലോകത്ത് അറ്റത്തോളം ചെല്ലുവാൻ അവൻ ഹാലലിയ ഞാൻ അവൻ ഹാലലിയ ആശ്രയിച്ചായിരിക്കുന്നത്. അവൻ ഹാലലിയ പിന്നെയും ദൈവമക്കൾ എല്ലാവരും അടീനെയും അടീന്റെ കുടുംബത്തെ ഓർത്ത് പിന്നെ പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുന്നു. അവൻ ഹാലലിയ താണിരുന്നുള്ളൂ. താങ്ക് യു. നല്ലൊരു സാക്ഷ്യമായിരുന്നു. ആൻഡ് കർത്താവ് കുറേ സംസാരിച്ചു എന്നോടും. ഐ ബിലീവ് വേറെ ഈ ലൈവ് കാണുന്നവരും യൂട്യൂബിൽ കേൾക്കുന്നവരും എല്ലാവരോടും കർത്താവ് ഇനിയും സംസാരിക്കും. നമ്മൾ ആദ്യം പാടിയ പാട്ട് പോലെ കർത്താവ് നമ്മളെ ആപത്തിലും രോഗത്തിലും എല്ലാപ്പോഴും കർത്താവ് നമ്മളുടെ കരം ഒരിക്കലും വിടാത്തവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മളുടെ കണ്ണുനീരും താഴ്വരയിലും നമ്മളെ ഹല്ലേലൂയ കരയുന്ന വേളകളിലും ഹല്ലേലൂയ അവൻ നമ്മളെ ഒരിക്കലും കൈവിടാത്തവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളിടും. ഹല്ലേലൂയ. ദേ മൈറ്റ് ബി ടെസ്റ്റ് ഇൻ അവർ ലൈഫ് കർത്താവ്. ഹല്ലേലൂയ. ബട്ട് ആ സമയത്തെല്ലാം നമ്മളെ തോറ്റുപോയി കാണാനല്ല കർത്താവിൻ്റെ ആഗ്രഹം. പക്ഷേ ഇനിയും ശക്തമായി എഴുന്നേൽക്കാൻ മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് കർത്താവ് നമ്മളെ ആ ഓരോ വേളകളിൽ നിന്നും കർത്താവ് നമ്മളെ കടത്തിവിടുന്നത്. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയുന്നു. ഈ നല്ലൊരു സാക്ഷ്യം കർത്താവ് നമുക്ക് കേൾക്കാൻ വേണ്ടി ഇടയാക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഈ സെഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. ഡാനിച്ചൻ പ്രാർത്ഥിച്ച് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. Hallelujah, hallelujah, hallelujah. Lord, we thank you for this wonderful session which you have given us, Father, Lord. Lord, thank you, Father, for all the goodness, all the wonderful things which you have done in our lives, Father, Lord. Lord, thank you for the wonderful testimonies which we have heard of, Father, Lord. Lord, you are God who heals, Father, Lord. Lord, you are a God who doesn't turn away from our tears, Father, who doesn't turn away from our crying, Father, Lord. Lord, thank you, Father, for your amazing kindness, amazing love and grace upon us, Father, Lord. Our Lord, thank you, Father, Lord, many a times, Father, Lord. Our Lord, we have been unfaithful to you, Father, Lord. But at all that times, Father, you have been faithful to us, Father, and have never let us alone, Father, Lord. Thank you, Father, for all the goodness and wonders which you have done in our lives, Lord. We submit and surrender each and everyone into your hands, Lord. Protect them, Father, Lord. Father, Lord, help them to grow more and more spiritually, Father, in the coming days, Father. Lord, help them to grow more and more in their prayer life, Lord. We submit and surrender each and every one of them, Father, into your hands, Lord. Bless them, Lord. We submit and surrender into your hands, Lord. In the name of Jesus Christ, we pray. Amen, amen, amen. Thank you all for joining. God bless you all. Amen.